ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെയും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഞാനിപ്പോൾ കുറച്ച് നേരം ലൈവിൽ ഇരുന്നിട്ടാണ് വന്നത്. അപ്പം എൻ്റെ മൊബൈലിൻ്റെ അകത്ത് നിങ്ങൾക്ക് കമൻ്റ് ഇടാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്ക് നിങ്ങൾ ഇടുന്നുണ്ട്, പക്ഷേ എനിക്കത് കാണാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ അപ്പച്ചനെ മൊബൈലിൽ നോക്കിയുണ്ടെങ്കിൽ കുറേ കമൻറ്റ് വന്ന് അതിന് റിപ്ലൈ ഒക്കെ കൊടുത്ത് വീണ്ടും കമൻറ്റ് അവർ പറഞ്ഞ അത് പിന്നെ എനിക്ക് എൻ്റെ വീഡിയോയിൽ വന്ന് കമൻ്റ് ഇട്ട് ചേച്ചി ഞങ്ങൾ കമൻ്റ് ഇടുന്നുണ്ട് ചേച്ചി കാണുന്നിരുന്നു. പിന്നെ ആരും ഒന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാനങ്ങ് ഔട്ടായി, അങ്ങ് നിർത്തി. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ പിള്ളേർ രണ്ടും അവധിയായിട്ട് ഇവിടെ ഉണ്ടല്ലേ. ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ ജോലികൾ നടക്കത്തേ ഇല്ല. പോൾമോൻ ഇത്രയും പ്രായമെങ്കിലും അവൻ പ്രൈസൻ്റെ കൂടെ ഞോണ്ടിയിരിക്കും. ഉടനെ പ്രൈസ് അങ്ങോട്ട് അലറി, മമ്മിയേ എന്നെ ഇങ്ങനെ ചെയ്തേ അങ്ങനെ ചെയ്തേ. പ്രൈസൻ്റെ അടുത്ത് ഞാൻ പറയാം, നീ ബുക്ക് എടുത്തോണ്ട് നീ ഈ മുറി വന്നിരി, അവൻ അവിടെ ഇരിക്കട്ടെ. പ്രൈസൻ അവിടെ ഇരിക്കുകയും ചെയ്യും. അവനും ഞോണ്ടും ഇവനും ഞോണ്ടും. എന്നിട്ട് അടിക്കാൻ പിടിക്കുന്നുണ്ട്, പോളിനെ അടിക്കാൻ പിടിക്കുന്നുണ്ട്. പോൾ എന്ത് ചെയ്യുന്നു, പ്രൈസനെ പിടിച്ച് മുമ്പിൽ നിർത്തും. വിടത്തില്ല അവനെ, അടിക്കത്തില്ല. ഇവിടുത്തെ ബഹളം നിങ്ങളിന്ന് കണ്ടോണേ. എന്നെ ഇന്നിവിടെ ഭദ്രകാളിയാക്കി ഇവന്മാർ. എല്ലായിടത്തും ഇതാണോ? എൻ്റെ ദൈവമേ, അവധിയാണെങ്കിൽ പിന്നെ എനിക്കിവിടെ ജോലിയാണ്. എൻ്റെ ജോലികൾ നടക്കത്തുമില്ല. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഇവിടുത്തെ ബഹളങ്ങൾ കണ്ടോ നിങ്ങൾ എന്തൊക്കെയാണ്? ഒരു ബുക്കും കൊണ്ട് ഒരുത്തൻ അവിടെ ഇരിക്കും, പിന്നെ അടിയും ബഹളവുമാണ്. ഇപ്പോൾ രാവിലെ ചായയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. ചായയൊന്ന് ഞാനോട് ഒഴിച്ച് കുടിക്കുന്നുണ്ട്. ചായ അനത്തി വെച്ചിട്ട് ഇച്ചിരി നേരമായി. അവർക്കൊക്കെ കൊടുത്തു. ഞാൻ ഇച്ചിരി തണുത്തതിന് ശേഷം എടുത്തേ. അപ്പോൾ ഇന്ന് ഒത്തിരി പെട്ടെന്ന് നമുക്ക് ഹഡബഡിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ട. അതുകൊണ്ട് ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് ഇന്നലെ ചിന്തിച്ചു. അപ്പം ഇന്ന് ഞാൻ ഇച്ചിരി പുട്ടുണ്ടാക്കുന്ന രീതി, ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഞാൻ ഇത്തിരി റാഗി പൗഡറും നമ്മുടെ പഞ്ഞിപ്പുല്ലിൻ്റെ പൊടിയും സാധാരണ നമ്മുടെ ഗോതമ്പ് പൊടിയും കൂടെ എടുത്തിട്ട് ഇച്ചിരി ഉപ്പിട്ടിട്ട് ഇച്ചിരി നല്ല ചപ്പാത്തി മാവിനേക്കാൾ ഇത്തിരി കൂടെ ലൂസായിട്ടൊന്ന് കുഴച്ചെടുക്കും. മിക്സിയുടെ ചെറിയ ജാറിലാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. അല്ലാത്തതിലിടുന്നുണ്ടെങ്കിൽ കുഴഞ്ഞു പോകുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചട്നിയൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ ജാർ എടുത്തിട്ട് അതിൽ ആദ്യം ഇതിൽ നിന്ന് ഒരു സ്പൂൺ ഇടും, എന്നിട്ട് ഡ്രൈ പൗഡർ ഇടും. എന്നിട്ട് ഇത് പൾസ് ചെയ്യുമ്പം ഒന്നീ മാവ് കട്ട കെട്ടിയിരിക്കുവാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടെ ഡ്രൈ പൗഡർ ഇട്ട് കൊടുക്കും. അഥവാ ഡ്രൈ കൂടുതലായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരു ഇച്ചിരി ലൂസായിട്ടുള്ള ആട്ട ഇട്ട് കൊടുക്കും. അങ്ങനെ പൾസ് ചെയ്ത് ഞാൻ ആദ്യം ഒന്ന് പൾസ് ചെയ്തോണ്ടേ അത് ഇച്ചിരി ഡ്രൈ ആയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇച്ചിരി ലൂസുള്ള ആട്ട ഇട്ട് കൊടുത്ത് വീണ്ടും പൾസ് ചെയ്യും. ഇങ്ങനെ നമുക്ക് ചെയ്ത് എല്ലാം കൂടെ ഒരു പാത്രത്തിലാക്കി എടുക്കാം. എനിക്ക് ഗോതമ്പൊടി പണ്ടൊക്കെ നമ്മൾ കുഴയ്ക്കുന്നത് ഗോതമ്പൊടി എടുത്തിട്ട് ഇച്ചിരിച്ച വെള്ളം ഒഴിച്ച് കൈ കൊണ്ട് ഇങ്ങനെ ഞെവിടി ഒരു പരുവാക്കി നമ്മൾ ഒത്തിരി സമയമെടുത്താണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഞാൻ ഈ ചെയ്യുന്ന രീതിയാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഞാൻ എല്ലാം ഇതിൻ്റെ ഇതേ രീതി നിങ്ങളിങ്ങനെ പൗഡർ ഉണ്ടാക്കിയിട്ട് തലേന്നേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ എടുത്ത് പുട്ടുണ്ടാക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് പുട്ട് ജോലിക്കൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ചെയ്തതുപോലെ ചെയ്തിട്ട് ഡബ്ബയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഞാനിതൊരു ഇച്ചിരി നേരം ഒന്ന് ഇങ്ങനെ എല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഞാനതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇച്ചിരി റാഗി പൗഡർ ഇട്ടുകൊണ്ട് ഇവിടെ പോളിന് കറി കൂട്ടി കഴിക്കുന്ന ഇഷ്ടം. പക്ഷേ എനിക്കൊക്കെ പഴം കൂട്ടി, നമ്മളൊക്കെ പഴം കൂട്ടിയല്ല, കൂടുതലും ഞങ്ങൾ പഴം കൂട്ടിയാണ് കഴിച്ചിട്ടുള്ളത്. തേങ്ങ ഇട്ടിട്ട് പഴം. ഇവർക്ക് തേങ്ങ അങ്ങനെ ഇടുന്നതിനോട് താല്പര്യമില്ല. ഇപ്പം ചിലതിലൊക്കെ തേങ്ങ ഉപയോഗിക്കും. ഇവിടെ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ കറിയാണെങ്കിൽ അവർ കഴിക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങ് കറിയാക്കിയതെന്ന്. അപ്പം ഞാനിങ്ങനെ ഇന്നലെ കടലക്കറിയാണ് ഉണ്ടാക്കിയത് ഇതിൻ്റെ കൂടെ. അപ്പോൾ ഞാൻ കടല കുക്കറിലൊന്ന് കറി ഞാൻ ഇന്നലെ അങ്ങ് വെച്ചു. കടല കുക്കറിലൊന്ന് വേവിക്കാൻ വെച്ചു. എന്നിട്ട് ഞാൻ ഒരു 2 സവാളയും കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഒന്ന് കറിവേപ്പിലെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ. എന്നിട്ട് പിന്നെ കറിയിലോട്ടല്ല കടലയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കടല ഞാനൊരു 2-3 വിസിലടിച്ചൊന്ന് എടുത്തായിരുന്നു. ഇനി ഇതോടെ ഇട്ട് കുറേയും കൂടെ എന്നിട്ട് ഞാൻ വിസിലിട്ട്, കാരണം കടല നന്നായി അങ്ങ് വെന്തില്ല. ഞാൻ എന്നിട്ട് ഈ മസാല ഇട്ടിട്ട്
അതിൻ്റെ അടപ്പടച്ച് വിസിലിട്ടിട്ട് ചെറിയ തീയിലൊരു 10-15 മിനിറ്റ് കൂടെ ഇട്ട് എന്നിട്ട് അപ്പം നോക്കിയാണെങ്കിൽ നന്നായിട്ട് വേവുകയൊക്കെ ചെയ്ത് പിന്നെ ലാസ്റ്റിൽ കടുക് വറുത്തത് ഇതിൽ കാണിക്കാൻ പറ്റിയില്ല. എനിക്കിപ്പോൾ കറി ഇല്ലേലും ഈ തേങ്ങ കൂടുതലിട്ട് ഒരു പഴം കൂടെ ഉണ്ടെങ്കിൽ എനിക്കതാ ഇഷ്ടം. അപ്പോൾ ഈ കറി കൂട്ടി കഴിക്കണമെന്ന് ഇവർക്കൊക്കെയാണ് നിർബന്ധം, പോളിന്. അതുകൊണ്ടാണ്. അപ്പം ഞാനിത് ഉണ്ടാക്കിയിട്ട് ചൂടോടെ എല്ലാവർക്കും അങ്ങ് കൊടുക്കുമായിരുന്നു. അപ്പോൾ ആദ്യത്തെ അങ്ങ് ഡാഡിക്ക് ഉണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് ബാക്കിയുള്ളവർക്ക്. അപ്പോൾ റേച്ചാന് കറിയും വേണ്ട, പഴമാണെങ്കിലും റേച്ചാൻ പഴം ഇട്ടിളക്കത്തില്ല. ഒരു കടി പഴം കടിക്കും, പിന്നെ ഒരു പിടി പുട്ടെടുത്ത് വായിടും. ഇതിപ്പം റേച്ചാൻ പറഞ്ഞ് എനിക്ക് റേച്ചാൻ 2 സൈഡിലും അല്ലെങ്കിൽ 3 സൈഡിലും തേങ്ങ ഇട്ട് കൊടുത്താൽ അത് മതി, പിന്നെ പഴത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിപ്പം റേച്ചാൻ ഉണ്ടാക്കിയ പുട്ട. രാവിലത്തെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല ഇവന്മാരിവിടെ ഉണ്ടെങ്കിൽ പിന്നെ അവന്മാരുടെ പുറകെ ഒന്ന് ഓടിയിട്ടാണ് ഞാനിപ്പം ഇവിടെ വന്നത്. ഓട്ടമത്സരം ഇവന്മാരിവിടെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഓട്ടമത്സരമാണ്. അപ്പോൾ പുട്ടുണ്ടാക്കിയാൽ പിന്നെ ഇവിടുത്തെ പാതാമ്പരം നമ്മുടെ ഈ സ്ലാബെല്ലാം മൊത്തത്തിലങ്ങ് പൊടിയായി. എന്നിട്ട് ഞാൻ ആ കട്ടിംഗ് പാഡ് വെച്ചത് കൊണ്ട് അത്രയും ആയില്ല. പിന്നെ അവിടെ എല്ലാം ഇനി തുടച്ച് പാത്രങ്ങളെല്ലാം വാഷ് ബേസിനിലോട്ട് ഇട്ടിട്ട് പിന്നെ കുടിക്കാൻ വെള്ളം വെക്കണം, ഗ്യാസെല്ലാം ഒന്ന് തുടയ്ക്കണം. എത്രയ്ക്കാണെങ്കിലും പുട്ടുണ്ടാക്കുമ്പോൾ പൊടികൾ അവിടെ ഇവിടെയൊക്കെ വീഴും. കഞ്ഞിക്ക് വെള്ളം വെച്ചു, കട്ടിംഗ് പാടൊക്കെ കഴുകി വെച്ച് ഇനി ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുമ്പോഴത്തേക്കിന് നമുക്ക് കുറച്ച് സമാധാനമാവും. എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ പാത്രങ്ങൾ കഴുകി ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഉച്ചക്കത്തെ. ഇത്രയും ഗഹനമായിട്ട് ചിന്തിച്ചിട്ട് എന്തോ വെക്കും എന്നൊക്കെ ചിന്തിച്ച് ഉണ്ടാക്കി വെക്കുമ്പം അത് വേണ്ട ഇത് വേണ്ട എന്ന് പറയുമ്പോഴാണ് നമുക്ക് അതിനേക്കാൾ വലിയ ദേഷ്യം വരുന്നത്. അന്നേരം അവിടെ അവരൊന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടി ഞാൻ അവരോട് പ്രൈസിനോട് പറഞ്ഞ് നീ പഠിച്ചു കഴിഞ്ഞ് അച്ചാച്ചൻ നിൻ്റെ അടുത്ത് ചോദിക്കും, അപ്പം പറയണം. പോൾ പറഞ്ഞില്ല എങ്കിൽ ഞാൻ അവനെ 3 ടൈംസ് എഴുതിപ്പിക്കുമെന്ന്. ഞാൻ പറഞ്ഞ് നീ ചോദിച്ചാൽ മതി. പിന്നെ അവർ തമ്മിൽ അതാണെങ്കിൽ പിന്നെ അവിടെ അതിനേക്കാൾ അടി നടക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് നീ അത് ക്രോസ് ഇട്ട് വെച്ചാൽ മതി, ഞാൻ അവനെ കൊണ്ട് എന്തുവാന്ന് വെച്ചാൽ ചെയ്യിപ്പിച്ചോളാന്ന്. പോള് പറയും ഇല്ല, അങ്ങനെയാണെങ്കിൽ അവന് എന്നെ കൊച്ചിനെ നിങ്ങൾ എഴുതിപ്പിക്കുമായിരുന്നു, അവനെ കൊണ്ട് എന്താ എഴുതിപ്പിക്കാത്തതെന്ന് പറഞ്ഞ് അവനങ്ങ് തുടങ്ങും. ഞാൻ പറഞ്ഞ് നീ ഒന്നും ചെയ്യണ്ട, നീ അവൻ പറയാത്തതങ്ങ് ക്രോസ് ചെയ്താൽ മതിയെന്ന്. അപ്പോൾ എൻ്റെ തുണി ഉണങ്ങാൻ ഞാൻ താണ്ടെ ഇവിടോട്ടാണ് ഇടുന്നത്. നിങ്ങളങ്ങനെ ചെയ്യണ്ട കേട്ടോ. ഞാൻ ബാൽക്കണിയിലാണ് കൊണ്ടിടുന്നത്. ഇപ്പം മഴയുടെ ഇതുകൊണ്ട് ഞാൻ ഇടാത്തിയാണ്. ഇവിടെ ആകുമ്പോൾ ഫാൻ ഇടുമ്പോൾ അങ്ങ് ഉണങ്ങിക്കോളുമല്ലേ. ഇപ്പം സ്ലാബും പാതാമ്പരം എല്ലാം ഒന്ന് ഒതുക്കി ഇനി പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കണം. അന്നേരം അവിടെ ഒരു ബഹളം. ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ. ऑप्शन है, आंसर द फॉलोइंग है. ऑप्शन आंसर बोल रहा हूँ. If we feel the decision made by the government wrong, it's wrong. फिर बाद में we can submit our register our opinion in this way we can performance in a team game. The players can improve their performance in the team game by cooperating with others. How do we develop sense of ഇപ്പോൾ പയർ തോരൻ വെക്കാനായിട്ട് പയറൊന്ന് അടപ്പത്ത് വിടുന്നുണ്ട്. അപ്പം ഞാൻ ഇച്ചിരി തൈരുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഉടച്ചെടുത്ത് മോരുകറിയും കൂടെ കാച്ചി വെച്ചു. അപ്പം ഇവൻ കുറച്ച് നേരം അവൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അവിടെ അവന്മാർ രണ്ടും കൂടെ ഭയങ്കര ബഹളം അപ്പോഴത്തേക്കിന് തുടങ്ങി. പിന്നെ ഞാൻ അവിടെ ചെന്നുണ്ടെങ്കിൽ ഞാൻ വടിയെടുക്കുമ്പോൾ ഇവന്മാർ ഇച്ചിരി പേടിക്കും. വടിയും കൊണ്ട് ചെന്നപ്പോഴത്തേക്കിന് എന്നെ പോളെന്തോ ചെയ്യുന്നോ കൊച്ചവനെ പിടിച്ച് മുമ്പിൽ നിർത്തും. ഞാൻ ആദ്യം പോയി ഒന്ന് അടിക്കാൻ പോയി. അന്നേരം ഇത് കണ്ടോണ്ട് ഞാൻ നിങ്ങളെ കൂടെ കാണിക്കാൻ എടുത്തതായി വീഡിയോ. കൊച്ചിനെ വിടടാ, ഞാൻ പറഞ്ഞു തന്നെ പ്രശ്നം ഉണ്ടാക്കല്ലെന്ന്. എടാ നിനക്ക് ഇത്രയും പ്രായമായോടെ മോളെ? അതെന്തോ വേണം?
നീയാണ് അവനെ പിന്നെ കൺട്രോളിലാക്കേണ്ടിയത്. അതിനടിച്ചും ബഹളം വെച്ചവൻ ജയിക്കട്ടെ. തമാശക്കാരിയാവല്. പ്രൈസനെ ഇച്ചിരി ഒന്ന് കൊണ്ടതേ ഉള്ളൂ. അപ്പോഴത്തേക്കിനും ഞാനൊന്ന് സൈഡ് നിന്നപ്പോഴത്തേക്കിനും കളി കാര്യമായി എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും അവനെ കരഞ്ഞ്. പിന്നെ രണ്ടിനെ ഒന്ന് ഒതുക്കി നിർത്തിയിട്ട് വന്നോണ്ടേ പിന്നെ ഞാൻ പറഞ്ഞില്ലേ അനു വരത്തില്ലെന്ന്. അപ്പം ഞാൻ പോളിനോട് അവിടെ നിന്ന് തൂക്കം പറഞ്ഞോണ്ടേ പ്രൈസൻ പറഞ്ഞു ഞാൻ തൂക്കാമെന്ന്. അവൻ തൂക്കത്തൊന്നുമില്ല. അവൻ അങ്ങോട്ട് അവനെല്ലാം ഇങ്ങനെ തൂക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ തൂത്താ പൊടികൾ അവിടെ ഇവിടെയൊക്കെ കിടക്കത്തേ ഉള്ളൂ. അപ്പം പോൾ പറഞ്ഞു എന്നാ നീ തൂക്കടാന്ന് പോൾ പറഞ്ഞു. അങ്ങനെ അടുത്തത് പിന്നെ അവിടെ ഞാനിപ്പോൾ പയറൊക്കെ ഒന്ന് വേവിച്ചിട്ട് പിന്നെ എപ്പോഴാണെങ്കിലും അവിടെ ആദ്യം നല്ല സ്റ്റാർട്ടിങ്ങിൽ നല്ല സ്നേഹമായിരിക്കും. പിന്നെ ഇതായിരിക്കും. പോളെന്ന് പറയുന്നത് അങ്ങ് ഇപ്പോഴും അങ്ങ് കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കും അവൻ. അപ്പം ഞാൻ പയറിന് ഒരു വിസിൽ വന്നായിരുന്നു. ഇനി അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. അപ്പം പിന്നെ ഇനി അവന്മാരുടെ അടുത്തോട്ടൊന്ന് പോകണം. ഞാൻ പറഞ്ഞു എത്ര എന്നെ നിങ്ങളുടെ അടുത്തോട്ട് വന്ന് ഞാനിവിടെ സമയം കളയുന്നോ അത്രയും എൻ്റെ കുക്കിങ്ങിൽ എൻ്റെ സമയം പോകും. അതുകൊണ്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്യാതിരുന്ന ആ സമയത്ത് നിങ്ങൾക്ക് വല്ലതും കഴിക്കാമെന്ന് പറഞ്ഞു. ഇവന്മാരവിടെ ബഹളം തുടങ്ങുന്നതിന് അപ്പച്ചൻ വിളിച്ച് പറയും ദാണ്ടേ ഇവന്മാരിവിടെ കയ്യേറ്റം തുടങ്ങുന്നു. ആ കൊച്ചിനെ അവൻ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. ഞാൻ പറയും കൊച്ചും അങ്ങോട്ട് അവനെ ചെയ്യുന്നുണ്ടെന്ന് പറയും. അപ്പച്ചൻ അവിടെ ഇരുന്ന് അങ്ങോട്ട് ചാടും. എന്തുകൂടായി കാണിക്കുന്നത് അതാ ഇതാന്നും പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ ഉച്ചക്കത്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ പിന്നെ അടുക്കളയൊക്കെ ഞാൻ തുടച്ചെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചത് ഞാൻ രാവിലെ എൻ്റെ പുട്ടിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. ഞാനതെന്തോ അത് വീണ്ടും ആ പുട്ട് കുറ്റിയിലങ്ങ് ഇട്ട് വെച്ച് ഉച്ചയ്ക്കത് ചൂടാക്കി കഴിക്കാമെന്നും പറഞ്ഞു. അപ്പോൾ പോളിനോട് തൂക്കാൻ പറഞ്ഞോണ്ടേ മറ്റവൻ തൂക്കാൻ പോയ. അപ്പോൾ അവൻ തൂക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് വീണ്ടും പോള് ചെയ്ത്. പോള് മാത്രമേ അവൻ ചെയ്യത്തുള്ളൂ. ബാക്കി കിച്ചണും അല്ലെങ്കിലും കിച്ചൺ അവൻ തൂത്താൽ ശരിയാവത്തില്ല. കിച്ചണിൽ ഇച്ചിരി തറയിലൊക്കെ ഓരോന്ന് കിടക്കുമല്ലേ. അകത്തെ മുറിയും ഞാൻ തൂക്കും. പിന്നെ ഞാൻ പുട്ടൂറ്റി ഒന്നും കഴിയില്ല. അതൊക്കെ അവിടെ വെച്ചു കോഫി ഉണ്ടാക്കി വെച്ചിട്ട് കൊച്ചനോട് പറഞ്ഞ് കോഫി ഉണ്ട് തരട്ടെ. ഞാൻ പറഞ്ഞില്ല ഞാൻ തന്നെ എടുത്ത് കുടിച്ചോളാമെന്ന്. അപ്പോൾ ഞാൻ തന്നെ കുടിക്കുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു മമ്മി എൻ്റെ വീഡിയോ എടുക്കുമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ, നീ കോഫി എടുത്ത് കുടിക്കുക, നീ കുടിയെന്ന് പറഞ്ഞു. അപ്പം പോള് പറഞ്ഞു വാടാ ഞാൻ എടുക്കാമെന്ന്. അങ്ങനെ പോള് പോയി അവൻ്റെ വീഡിയോ എടുക്കുക. Superb. Number 1. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.